ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 14, ദൈവ നിഷേധകൻ്റെ മൗഢ്യം. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് തീർച്ചയായിട്ടും മൂഢന്മാർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനവും ഇപ്രകാരം തന്നെയാണ്, ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. ദൈവത്തെ അറിയാത്തവരാണ് ഭോഷന്മാരായിട്ട് ഉള്ളത്. ദൈവത്തെ അറിയുന്ന നാം എല്ലാവരും തന്നെ ദൈവത്തിൽ നമ്മുടെ വലിയ വിശ്വാസവും പ്രത്യാശയും നാം അർപ്പിക്കുന്നവരാണ്. തുടർന്ന് വരുന്ന വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഒരു പരാതിയാണ് തുടർന്ന് വരുന്നത്. നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഇങ്ങനെ ഒരിക്കലും പരാതി പറയാനായിട്ട് ഇടവരരുത്. ദൈവത്തെ അറിയാതെ വഴിതെറ്റിപ്പോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരാകരുത്. നന്മ ചെയ്യുന്നവർ ഒരുവൻ പോലുമില്ല എന്നുള്ള ഒരു പരാതി റോമാലേഖനത്തിലും നമ്മൾ കാണും. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം തന്നെ ഇതേ വചനങ്ങൾ തന്നെയാണ് അവിടെ ആവർത്തിക്കുക. 3-ാം അധ്യായത്തിൽ 19 മുതൽ 11 മുതൽ വചനങ്ങൾ പ്രകാരം നാം കാണും. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എന്നാൽ റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഇപ്രകാരമാണ്, എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ്. മനുഷ്യരെല്ലാവരും വ്യാജം പറയുന്നവരാണ് എന്ന് നാം പരാതി പറഞ്ഞാലും ദൈവം എല്ലായ്പ്പോഴും സത്യവാനാണ്, നീതിമാനാണ്. ആ ഒരു വലിയ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ എപ്പോഴും നുണ പറയുന്നവരായാലും പരാതി പറയുന്നവരായാലും വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കൊള്ളാത്തവരായാലും ഒറ്റ കാര്യം എപ്പോഴും നാം ഓർക്കുക, ദൈവം എപ്പോഴും നീതിമാനാണ്, ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ആ ഒരു വലിയ പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തുടർന്ന് വരുന്ന വചനങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 5-ന്റെ അവസാന ഭാഗം പ്രകാരം പറയും, ദൈവം നീതിമാന്മാരോട് കൂടെയാണ്. നിങ്ങൾ ദരിദ്രൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. ദൈവം എപ്പോഴും നീതിമാന്മാരോട് കൂടെയുണ്ട്. ദൈവം എപ്പോഴും ദരിദ്രർക്ക് അഭയമായിട്ടുണ്ട്. അവൻ്റെ പ്രതീക്ഷകളെ തകർക്കുവാനായിട്ട് അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല. അപ്പോൾ സങ്കീർത്തനം മുഴുവനും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, നീതിമാനായിരിക്കുക, നീതിമാന് എപ്പോഴും ദൈവം തുണയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് നീതിയുടെ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.